ഈ 20 രൂപയുടെ 786 എന്ന നോട്ടിന് എത്ര രൂപ ശരിക്കുണ്ട്? ഈ നോട്ടുകൾ നിങ്ങൾക്ക് വാങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ 786 786 എന്ന അക്കത്തിനും നമ്പറിനും വലിയ പ്രസക്തിയുണ്ട്, വലിയ വിശ്വാസത്തിന്റെ അടിത്തറയുണ്ട്. ഇത് ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കേട്ടോ. ഹിന്ദുമത വിശ്വാസികൾക്കിടയിലും ഒരു ഭാഗ്യ നമ്പറാണ് 786. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ത്രിമൂർത്തികളുടെ അടയാളമായി അക്കമായിട്ടാണ് 786 ഹിന്ദുമത വിശ്വാസത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നമ്പർ പതിഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം ശേഖരിക്കുക, അതിനെ വലിയ വില കൊടുത്ത് സ്വന്തമാക്കുക എന്നുള്ളത് വിശ്വാസികൾക്കിടയിലെ ഒരു ആചാരമാണ്. എൻ്റെ കയ്യിൽ കുറച്ചധികം നോട്ടുകളുണ്ട്. എൻ്റെ കയ്യിൽ ആദ്യത്തെ കാണിക്കുന്ന നമ്പർ 20 രൂപയുടെ നോട്ടാണ്. ഇതിനകത്ത് 786 ഉണ്ട്. 50 രൂപയുടെ നോട്ടുണ്ട്, 786 ഉണ്ട്. 50 രൂപയുടെ നോട്ടുണ്ട്, 786 ഉണ്ട്. 200 രൂപയുടെ നോട്ടുണ്ട്, 786 ഉണ്ട്. ഇന്ത്യ ഗവൺമെന്റ് പിൻവലിച്ച, എന്നാൽ ഇപ്പോൾ പ്രചാരത്തിലില്ലാത്ത, ഇപ്പോഴും കൊടുത്താൽ വില കിട്ടുന്ന ഒരു നോട്ട് 2000 രൂപയുടെ നോട്ടിലും 786 ഉണ്ട്. അങ്ങനെ ഒട്ടനവധി നോട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അപ്പൻ തോമസ് ഉള്ളിയാറിൻ്റെ കയ്യിലുണ്ട്. അപ്പൻ്റെ കയ്യിലാണെങ്കിൽ 100-ലധികം നോട്ടുകളുടെ ശേഖരമുണ്ട്. 786 എന്താണ് ഇതിനുള്ള കൃത്യമായ വില? ഈ 20 രൂപയുടെ 786 എന്ന നോട്ടിന് എത്ര രൂപ ശരിക്കുണ്ട് എന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ എൻ്റെ അപ്പനൊരു കറൻസി, സ്റ്റാമ്പ്, കോയിൻ്റെ ഒക്കെ ശേഖരമുള്ള വ്യക്തിയാണ്. അത് മാത്രമല്ല, സ്റ്റാൻലി ഗിബൺ എന്ന് പറഞ്ഞ സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട ബൈബിൾ സ്വന്തമായിട്ടുള്ള ചുരുക്കം ചില ആളുകളിൽ ഒന്നാണ് എൻ്റെ അപ്പൻ. അദ്ദേഹം പറയും ഇതിന് എത്ര രൂപയ്ക്ക് തരാം, എത്ര രൂപ കിട്ടും എന്നുള്ളത്. അപ്പം അദ്ദേഹത്തെ ഒന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. 786 മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു അക്കമാണ്. 786 786. കറൻസി നോട്ടുകളിൽ ഈ 786 വരുന്നത് പലരും വളരെ അത്ഭുതകരമായി കാണുകയും ഒപ്പം ഇത് കച്ചവടത്തിന് ഇത് അസാമാന്യമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയും കൂടെ കണ്ടുവരാറുണ്ട്. എൻ്റെ കയ്യിൽ നിരവധിയായ 786 ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഇടയ്ക്ക് വരുന്നതുമായ നമ്പറുകളുള്ള കറൻസി നോട്ടുകൾ, 100-ലധികം നോട്ടുകൾ എൻ്റെ കൈവശമുണ്ട്. ഇത് 10 രൂപയുടെ ഒരു കറൻസി നോട്ടാണ്. ഇത് വേണമെങ്കിൽ ഇപ്പോൾ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നവർക്ക് തരാം. 786 നമ്പറാണ്. വെറും 100 രൂപ തന്നാൽ മതി. 20 രൂപ 200 രൂപ തന്നാൽ മതി. 786 തന്നാൽ മതി. പുത്തൻ നോട്ട്, ക്രിസ്പി നോട്ട്. ഇത് പഴയ 20 രൂപ പ്രചാരത്തിലുള്ളതുമാണ്. ഉപയോഗിച്ച നോട്ടാണിത്. 786. ഇതും അതേ വിലയ്ക്ക് തന്നെ കൊടുക്കാം. 200 രൂപയ്ക്ക്, വെറും 200 രൂപയ്ക്ക് 50 രൂപയുടെ പുതിയ നോട്ടുകൾ. ഇതും 300 രൂപയ്ക്ക് ഈ നോട്ടുകൾ നിങ്ങൾക്ക് വാങ്ങാം. നമ്പർ കറക്റ്റാണ്. നമ്മളായിട്ട് അടിച്ചത് നോട്ടല്ല. 786, ഇവിടെ 786 ഉണ്ട്. അപ്പം എത്ര രൂപയ്ക്കാണ് ഇത്? 300 രൂപ. 300 രൂപയ്ക്ക്. ഇതാ 50 രൂപയുടെ അതിന് മുൻപുള്ള നോട്ടുകൾ. നിലവിൽ അച്ചടിച്ചിട്ടില്ല, പക്ഷേ പ്രചാരത്തിലുള്ളതുമായിട്ടുള്ള 50 രൂപയുടെ നോട്ട് 2016-ലും 2017-ലും അച്ചടിച്ച നോട്ടുകൾ. എത്രത്തോളം ഫ്രഷ് ആണെന്ന് കണ്ടോ. 786 രൂപ നോട്ടുകൾ. 400 രൂപ. 400 രൂപ ഇന്ന് കൊടുക്കും. അങ്ങനെ എത്ര നോട്ടുണ്ട്? ഈ 100-ന്റെ ഉണ്ട്, 100-ന്റെ ഉണ്ട്, 200-ന്റെ ഉണ്ട്, 200-കളുടെ ഉണ്ട്, 500-കളുടെ ഉണ്ട്. 100-ന്റെ പഴയ നോട്ടുകൾ. 500-ന്റെ ഉണ്ട്. ദേശ്മുഖ് എല്ലാം ഒപ്പിട്ട്, രഘുറാം രായൻ, ഉർജിത് പട്ടേൽ ഒപ്പിട്ട നോട്ടുകൾ. ഏറ്റവും അവസാനം ഏറ്റവും ഗംഭീരം 2000 രൂപ പിൻവലിച്ചത്. നിരോധിച്ചിട്ടില്ല, പിൻവലിച്ചത്. ഇതിപ്പോഴും ബാങ്കിൽ കൊടുത്താൽ കാശ് കിട്ടുന്നതാണ്. 786 നല്ല പട്ടൻ നോട്ട്. ഉണ്ട്. വിശ്വാസപരമായിട്ട് കളക്ട് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കളക്ട് ചെയ്യുന്ന ആൾക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊടുക്കും അല്ലേ. കച്ചവടക്കാർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അങ്ങനല്ല. ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരും സൂക്ഷിക്കുന്നത്. അതുതന്നെയല്ല, ഇത് കളക്ടേഴ്സിൻ്റെ ഇടയിൽ ഇതിന് നല്ല ഡിമാൻഡുള്ളൊരു നോട്ടാണ്. ഈ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഞാനൊരാളല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷത്തിന്റെ ഭാഗമായി, ഒരു അനുഗ്രഹത്തിന്റെ ഭാഗമായി, ഒരു എന്താ പറയുക, നമ്മുടെ വീട്ടിലൊന്ന് ചില്ലിട്ട് വെക്കാൻ ഈ നോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. തീർച്ചയായിട്ടും ഈ നമ്പറിനുള്ള നോട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ തുകയ്ക്ക് ഞങ്ങൾ തരാം. അതുകൊണ്ട് വലിയ വിശ്വാസ വഞ്ചനകളിൽ പോയി വീഴരുതേ എന്ന അഭ്യർത്ഥനയോടെ അപ്പൻ തോമസ് വള്ളികാടനൊപ്പം മകൻ ഐപ്പ് വള്ളികാടൻ.
നമസ്കാരം.